ഐഡിയേഴ്സ് വെൽക്കം ടു ടൂട്ട് ഫയൽ. നാളെ 25/5/2024 നമ്മുടെ JCIയുടെ സ്റ്റഡി പ്ലാനിലെ 4ാമത്തെ ദിവസമാണ്. ശനിയാഴ്ചയാണ്. സാറ്റർഡേയും സൺഡേയും നമ്മൾ റിവിഷന് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പഠിക്കുന്ന ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശനിയും ഞായറും. അപ്പോൾ ഈ ശനിയാഴ്ച ഇപ്പോൾ നമ്മൾ വെനസ്ഡേ ആണ് സ്റ്റാർട്ട് ചെയ്തത്, ബുധനാഴ്ചയാണ് തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് ബുധനാഴ്ചത്തെ ടോപ്പിക്കായ ബാങ്കിങ് ശനിയാഴ്ച റിവിഷൻ ചെയ്യാം. അപ്പോൾ ആ ബുധനാഴ്ച നിങ്ങൾക്ക് പഠിക്കാൻ തന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 20 MCQs ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The term dash include not only deposit and withdrawals but also activities like a collection of check, draft and bill. ഇത് ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷനിൽ പറയുന്ന കാര്യമാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് എടുത്ത ഒരു സെൻറ്റൻസാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ബാങ്കിങ് എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. ദ ടേം ബാങ്കിങ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽസ് ബട്ട് ഓൾസോ ആക്ടിവിറ്റീസ് ലൈക്ക് എ കളക്ഷൻ ഓഫ് ചെക്ക്, ഡ്രാഫ്റ്റ് ആൻഡ് ബിൽസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് the type of banking where bank operate only from a single branch called? ബാങ്ക് ഒരു സിംഗിൾ ബ്രാഞ്ചിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിംഗിൾ ബ്രാഞ്ച് ആണെങ്കിൽ അതെന്താണ്? യൂണിറ്റ് ബാങ്കിങ് ആണ്. നെക്സ്റ്റ്, യൂണിറ്റ് ബാങ്കിങ് ഈസ് പ്രീഡോമിനൻറ്റ് ഇൻ. എവിടെയാണ് യൂണിറ്റ് ബാങ്കിങ് പ്രീഡോമിനൻ്റ് ആയിട്ടുള്ളത്? USA-യിലാണ്. Next question: Industrial banks are also called a dash. They invested their funds in subscribing to shares and debentures of industrial concerns. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെ ഷെയർസും ഡിബഞ്ചേഴ്സും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ബാങ്കുകളെ വിളിക്കുന്ന വേറൊരു പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആണ് എങ്കിൽ ആ ബാങ്കുകളെ നമ്മൾ അറിയപ്പെടുന്ന വേറൊരു പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് എന്നുകൂടി അവരെ വിളിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ആർ ഓൾസോ കോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്. ദേ ഇൻവെസ്റ്റഡ് ദെയർ ഫണ്ട്സ് ഇൻ സബ്സ്ക്രൈബിംഗ് ടു ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺസ്. System of banking in which bank work through branch network or branch banking is predominant in India along with the. അതായത് ബ്രാഞ്ച് നെറ്റ്വർക്കുള്ള ബാങ്കിങ്, അതായത് ബ്രാഞ്ച് ബാങ്കിങ് ഇന്ത്യയിൽ പ്രിഡോമിനൻ്റ് ആണ്. അതേമാതിരി തന്നെ ആ ഒപ്പം തന്നെ വേറെ ഏത് കൺട്രിയിലാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. UK ആൻഡ് ഇന്ത്യയാണ് ബ്രാഞ്ച് ബാങ്കിങ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത്. Dash is a system of banking under which number of separately incorporated banks are brought under common control by a device other than holding company. ഹോൾഡിംഗ് കമ്പനി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കോമൺ ഡിവൈസിൻ്റെ അണ്ടറിൽ ഒന്നിൽ കൂടുതൽ ബാങ്കുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ചെയിൻ ബാങ്കിങ്. Dash banking is a system under which two or more separately incorporated banks are brought under control of holding company. രണ്ടോ അതിൽ കൂടുതൽ ബാങ്കുകൾ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിലാണ് വരുന്നതെങ്കിൽ അതിനെ ഗ്രൂപ്പ് ബാങ്കിങ് എന്നും, ഹോൾഡിംഗ് കമ്പനി അല്ലാതെ വേറെ ഏതെങ്കിലും ഡിവൈസ് അതല്ലെങ്കിൽ വേറെ കോമൺ കൺട്രോളിൽ വരികയാണെങ്കിൽ അതിനെ ചെയിൻ ബാങ്കിങ് എന്നുമാണ് വിളിക്കുന്നത്. What do we call the banking oriented towards mass welfare and financial inclusion of poor? പാവപ്പെട്ട ആളുകളുടെ ഫിനാൻഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് വരുന്ന ബാങ്കിങ്ങിനെ വിളിക്കുന്ന പേരാണ് സോഷ്യൽ ബാങ്കിങ്. ദ ഫസ്റ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ വാസ്. ഇന്ത്യയിലെ ആദ്യത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. അതൊരു ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്കാണ്. ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് 1770-ലാണ്. ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അലക്സാണ്ടർ ആൻഡ് കമ്പനി. Dash bank is one which specialized in financing foreign trade of a country. ഒരു രാജ്യത്തെ ഫോറിൻ ട്രേഡിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ബാങ്കുകളാണ് എക്സ്ചേഞ്ച് ബാങ്ക്സ്. എക്സ്ചേഞ്ച് ബാങ്ക്സ് ആണ്. ബാങ്ക് ഈസ് ഓൺ വൺ വിച്ച് ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഫിനാൻസിങ് ഫോറിൻ ട്രേഡ് ഓഫ് എ കൺട്രി. ഒരു കൺട്രിയുടെ ഫോറിൻ ട്രേഡ് എക്സ്ചേഞ്ച് ബാങ്ക്സ്. ദ ഫസ്റ്റ്
ബാങ്ക് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി മാനേജ്ഡ് ബൈ ഇന്ത്യൻസ് ലിമിറ്റഡ് ലയബിലിറ്റിയിൽ മാനേജ് ചെയ്ത ആദ്യത്തെ ബാങ്കാണ് ഔട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഡാഷ് കൺവേർട്ട് ഫോറിൻ കറൻസി ഇൻ ടു ഹോം കറൻസി ആൻഡ് വൈസ് വേഴ്സ ആൻഡ് മേക്ക് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ത്രൂ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് എക്സ്ചേഞ്ച് ബിൽസ്. എക്സ്ചേഞ്ച് ബാങ്കുകളുടെ ഒരു ഫംഗ്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സ്ചേഞ്ച് ബാങ്ക്സ് എന്താ ചെയ്യുന്നത്? കൺവേർട്ട് ഫോറിൻ കറൻസി ഇൻ ടു ഹോം കറൻസി, അതേമാതിരി തന്നെ ഹോം കറൻസിയെ ഫോറിൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. മേക്ക് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? പർച്ചേസ്, സെയിൽസ്, ആ കാര്യങ്ങൾ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ബാങ്കുകളാണ് ഇത് എക്സ്ചേഞ്ച് ബാങ്ക്സ്. The Bank of Bengal, the Bank of Bombay and the Bank of Madras were called. Bank of Bengal, Bank of Bombay, Bank of Madras together അറിയപ്പെടുന്ന പേരെന്താണ്? പ്രസിഡൻസി ബാങ്ക്സ് എന്നാണ് ഈ 3 ബാങ്കുകളും കൂടി ഒന്നിച്ചറിയപ്പെടുന്നത്. ബാങ്ക് ഓഫ് ബംഗാളും ബാങ്ക് ഓഫ് ബോംബെയും ബാങ്ക് ഓഫ് മദ്രാസും കൂടി അറിയപ്പെടുന്നത് പ്രസിഡൻസി ബാങ്ക്സ് എന്നാണ്. മിക്സഡ് ബാങ്കിങ് ഈസ് നൗ റെഫേർഡ് ടു ആസ്. മിക്സഡ് ബാങ്കിങ് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? യൂണിവേഴ്സൽ ബാങ്കിങ് എന്നാണ് മിക്സഡ് ബാങ്കിങ് അറിയപ്പെടുന്നത്. വാട്ട് ഈസ് ദ ബാങ്കിങ് വെയർ ഓൾ ബാങ്കിങ് ഓപ്പറേഷൻസ് ആർ ഓൺലൈൻ നോൺ ആസ്. ബാങ്കിങ് ഓപ്പറേഷൻസ് എല്ലാം ഓൺലൈൻ ആണ് എങ്കിൽ അങ്ങനെയുള്ള ബാങ്കിങ് അറിയപ്പെടുന്നത് വെർച്വൽ ബാങ്കിങ് എന്നാണ്. എ ട്രെൻഡ് ഇൻ ഇന്ത്യ ഈസ് ടുവേഴ്സ്. ഇന്ത്യയിലെ ട്രെൻഡ് ഏത് രീതിയിലേക്കുള്ളതാണ്? മിക്സഡ് ബാങ്കിങ്ങിലേക്ക് പോകുന്നതാണ് ട്രെൻഡ് ഇൻ ഇന്ത്യ ഈസ് ടുവേഴ്സ്. What do we call the type of banking carried out by the non-bank financial intermediaries which provide services similar to those of traditional commercial banks? Traditional commercial banks provide ചെയ്യുന്ന സർവീസസ് നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിങ്ങിന് പറയുന്ന പേരാണ് എന്ത്? ഷാഡോ ബാങ്കിങ്. താങ്ക് യു.